ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ ഷെഫ് കാർത്തിക്. ഇന്നത്തെ റെസിപ്പി നമ്മൾ ചെട്ടിനാട് റീജിയൻ, ചെട്ടിനാട് ക്വിസൈനിൽ നിന്നാണ് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. മട്ടൻ കോളാവൂറിൻ്റെ കുഴമ്പാണ് ഇന്നത്തെ റെസിപ്പി. മട്ടൻ മിൻസ് ചെയ്ത് അത് ബോൾസായിട്ട് പിടിച്ച് എന്നിട്ട് അത് ഫ്രൈ ചെയ്ത് ഗ്രേവി ഉണ്ടാക്കിയതിനകത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അടിപൊളി ഡിഷാണ്. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡിഷസ് ഫ്രം ദ ചെട്ടിനാട് റീജിയൻ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മിൻസിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം. ചെറുള്ളി കുറച്ച് നല്ല രീതിയിൽ ചോപ്പ് ചെയ്ത് വെച്ച്, പച്ചമുളക്, പിന്നെ ശകലം മല്ലിയില, ഇതെല്ലാം ചോപ്പ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. റോസ്റ്റഡ് ചെന്നാദാലും പിന്നെ കശുവണ്ടി, ഇത് രണ്ടും കൂടി പൗഡറൊക്കെ വെക്കണം. കാരണം വെച്ചാൽ ഈ മട്ടൺ മിൻസിനകത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ബൈൻഡിങ് കൊടുക്കുന്നത് ഇതും പിന്നെ ഒരു എഗ് വൈറ്റ് ഇടണം കേട്ടോ. ഞാൻ എഗ് വൈറ്റ് ഇട്ടാണ് വിട്ടുപോയി ഇതിനകത്ത്. പക്ഷേ ഒരു എഗ് വൈറ്റും കൂടി ഇടണം, എന്നാലും നല്ല ബൈൻഡിങ് കിട്ടത്തുള്ളൂ. മസാല ആയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക്, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടിയും ഗരം മസാല, ഈ എല്ലാ സാധനങ്ങളും ഇട്ട് നമ്മളിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ കുഴച്ചെടുക്കും. ഈ മസാല എല്ലാം നല്ല രീതിയിൽ ഫുള്ളായിട്ട് വരുമ്പോൾ ഇങ്ങനെ കളർ ചേഞ്ച് ആയി വരും. ഈ സമയത്ത് നമുക്ക് ഒരു എഗ് വൈറ്റ് ഒന്ന് മിക്സ് ആക്കണം. നല്ല ഈ കണ്ടീഷനിൽ വരണം പറവും. പിന്നെ നമുക്കിങ്ങനെ കുഞ്ഞു റൗണ്ട് ബോൾസായിട്ട് നമ്മളിങ്ങനെ പിടിച്ച് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 200 ഗ്രാം മീറ്റിന് നമുക്ക് ഒരു 20 പീസ് കിട്ടണം. 18 പീസെങ്കിലും നമുക്ക് ധാരാളമായിട്ട് കിട്ടും. ചെറിയ ബോൾസ് ആണെങ്കിൽ ഇതിങ്ങനെ ബോൾസൊക്കെ പിടിച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യാറ്. ആക്ച്വൽ റെസിപ്പിനകത്ത് നമുക്ക് ഡീപ് ഫ്രൈയും ചെയ്യാം, ഷാലോ ഫ്രൈയും ചെയ്യാം. ഈ സാധനം അങ്ങനെ തന്നെ നമുക്ക് കരിക്കത്തിടാൻ പറ്റില്ല, ഇങ്ങനെ ഉടഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റുന്നത്. ഒരു 2-3 മിനിറ്റ്സിനുള്ളിൽ ഏകദേശം എല്ലാം കൂടി ഒന്ന് ഫ്രൈ ആക്കി നമുക്ക് നല്ല പ്രോപ്പറായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ എല്ലാ ബോൾസും ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്ത് ഒരു ബൗളിനകത്ത് തന്നെ മാറ്റി വെച്ച് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഗ്രേവിക്ക് വേണ്ടി ഒരു അറപ്പ് വേണം. അറപ്പിന് വേണ്ടി തേങ്ങ, ചെറുള്ളി, പിന്നെ കശുവണ്ടി ഞാൻ ഇതിൽ നിന്ന് ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്തു, കാരണം കുറച്ചും കൂടി സോഫ്റ്റായി കിട്ടുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, എന്നിട്ട് നമുക്ക് ഫൈനായിട്ട് അരച്ച് മാറ്റി വയ്ക്കാം. പിന്നെ ഈ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത സവാള വേണം. അപ്പോൾ ഞാൻ 2 മീഡിയം സൈസ് സവാളാണ് എടുത്തേക്കുന്നത്. ചോപ്പ് ചെയ്തു. പച്ചമുളക് 2 കീറി വെച്ചിട്ടുണ്ട്. ശകലം മല്ലിയില ഫിനിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, അതും മീഡിയം സൈസാണ്, ഫൈനായിട്ട് ചോപ്പ് ചെയ്യാനുണ്ട്. കുരു കളഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കുരു കളഞ്ഞിട്ട് ഇടണമെങ്കിൽ ഇടാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ബേസിക് മിശ്രമ നമ്മളുടെ കറിക്ക് വേണ്ടി. അപ്പോൾ അതെല്ലാം തയ്യാറായിട്ടുണ്ട്. നമുക്ക് കടക്കകത്ത് നല്ലെണ്ണ ഒഴിക്കുക, ഹോൾ ഗരം മസാല, സോമ്പ്, പിന്നെ നമുക്ക് ഇതിനകത്ത് കൽപ്പാസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് എനിക്ക് കിട്ടിയിട്ടില്ല. അതും കൂടി ഇടുവാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഫ്ലേവറായിരിക്കും. പിന്നെ ഫൈനലി ചോപ്പ് ഓണിയൻസ്, പിന്നെ ഉപ്പ് നമുക്കറിയാമല്ലോ എന്തിനായിടുന്ന്, സവാള വേഗം ഒന്ന് സോട്ടായി കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് ഉപ്പിടുന്നത്. പിന്നെ കറിവേപ്പിലിട്ട് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നവർ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഈ കോളാവൂറിൻ്റെ തന്നെ നമുക്ക് ഒരു അപ്പറ്റൈസറായിട്ട് നമുക്ക് സ്റ്റാർട്ടറായിട്ട് കൂടി കൊടുക്കാറുണ്ട്. ഇതിങ്ങനെ തന്നെ ഫ്രൈ ചെയ്ത് അങ്ങനെയും കഴിക്കാം. പക്ഷേ കുറച്ചും കൂടി നമുക്ക് ഫ്ലേവർ ആഡ് ചെയ്യേണ്ടി വരും. ഇപ്പം ഗോൾഡൻ ബ്രൗൺ ആയ സവാളക്കകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പച്ചമണം ജസ്റ്റ് ഒന്ന് പോകണം. ഒരു 10 സെക്കൻഡ് ഇങ്ങനെ വൈറ്റ് ചെയ്യാൽ മതി. ഈ വൈറ്റിൻ്റെ സമയത്ത് തന്നെ നമുക്ക് ഈ നെടി കയറുന്ന ഈ സ്മെല്ല് വരണത് കാണാൻ പറ്റും, പച്ചമണം പോകുന്നത്. പിന്നെ ഞാൻ ഈ 2 തക്കാളി ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് അതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ വൈറ്റ് എടുക്കാം. ഈ തക്കാളി ഒന്ന് ഉടഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് വരണം. ആ സമയത്ത് നമുക്ക് പൊടികളിടാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ശകലം ഗരം മസാല കുറച്ച് ഫ്ലേവറിന് വേണ്ടി. ഇതും കൂടി എല്ലാം നല്ല രീതിയിൽ വൈറ്റ് എടുക്കണം. ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വയറ്റണം. നമ്മുടെ മിക്സർ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഈ തേങ്ങയും കശുവണ്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട്. അപ്പോൾ ആ സാധനം കൂടി അതിട്ട് തട്ടാം. ഫുള്ളായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന്, ഞാൻ സ്ലോ ഫയറിലാണ് വെച്ചേക്കുന്നത്, ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് എല്ലാ സാധനം ഒഴിച്ചിട്ട് ഇതിനകത്ത് നമുക്ക് ആ സെയിം ബൗൾ തന്നെ കുറച്ചും കൂടി കഴുകി അതിനകത്ത് ഒരു 2 കപ്പ് വെള്ളം ഒഴിക്കണം. ഞാൻ ഒരെണ്ണം കാണിച്ചിട്ടുള്ളൂ, പക്ഷേ 2 കപ്പ് വെള്ളം ഒഴിക്കണം. അതിൻ്റെ കാരണം വെച്ചാൽ നമുക്ക് ഈ ഗ്രേവി ഒരു 15 മിനിറ്റിൽ നിന്ന് 20 മിനിറ്റ് വരെ നല്ല തലച്ച് ഈ സാധനക്കപ്പൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയിട്ട് ഈ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ഒരു 15 മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ്റെ മീൻസ് ആ കോളാവൂറിൻ്റെ അടുത്ത് ഇതിനകത്ത് ഗ്രേവിനകത്ത് ഇട്ടിട്ട്, ഇപ്പോൾ ഈ സമയത്താണ് വളരെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി നമ്മൾ കുക്ക് ചെയ്യണം. ഓൾറെഡി സംഭവം കുക്ക് ആയതാണ്, പക്ഷേ എന്നാലും ഇതിൻ്റെ അകം വരെ ചൂട് പോയിട്ട് ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ഇറങ്ങി വരണമെങ്കിൽ കുറച്ചും കൂടി നേരം നമ്മൾ കുക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഫിനിഷിങ് ടച്ചിന് വേണ്ടി കീറിയ പച്ചമുളകും ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് മല്ലിയിലയും കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇനിയും നമ്മൾ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. കാരണം വെച്ചാൽ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി ഈ ഗ്രേവി ഒന്ന് ഫ്ലേവറായി കിട്ടാൻ വേണ്ടി നമുക്കൊരു 10 മിനിറ്റെങ്കിലും വേണം മിനിമം. കണ്ട ഇത് നല്ല രീതിയിൽ കുക്കായി ഈ ബോൾസൊക്കെ നല്ല രീതിയിൽ ഈ ഗ്രേവിയായിട്ട് പരണ്ട് വന്നിട്ടുണ്ട്. നല്ല ഒരു ഡിഷാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ്. ഇത് അപ്പറ്റൈസറായിട്ട് കഴിക്കാൻ പറ്റിയതാണ്. ഇത് ഞാൻ വേഗം തന്നെ ഇതിൻ്റെ അപ്പറ്റൈസർ വീഡിയോ കൂടി ഞാൻ ഇടും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.